ശാലിനി, നമുക്ക് നാളെ തന്നെ ഹണിമൂൺ കൂട്ടാലോ? എപ്പോഴും സോമചേട്ടാ? ഒരാഴ്ചത്തേക്കുള്ള പാലാറൊക്കെ നമുക്ക് വാങ്ങിക്കൊടുത്തേച്ച് ഇവിടുത്തെ അങ്ങ് വിടാന്ന്. ഒരാഴ്ചയോ? അടിപൊളി. പോവാനുള്ള സ്ഥലത്തിന്റെ ലിസ്റ്റ് റെഡിയാക്കണ്ടേ? ലിസ്റ്റൊക്കെ എന്തിനാണ്? നമുക്ക് കൊടൈക്കനാലിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. എന്നാ പറയുന്നത്? ഒരാഴ്ചത്തേക്കെന്നല്ലേ പറഞ്ഞു? ഇത് സോമനുള്ള ജൈവാഹാരമാണ്. ഇതാ? ആ, ഇതെവിടെയെങ്കിലും ഭദ്രോട്ട് വെക്കണം. ഇതെന്താ? പുള്ളിക്കാരൻ ഇത് വെച്ചാ പല്ല് കേൾക്കുന്നത്. ഇതാ? ആ, ബെസ്റ്റ്. എന്തേ കാണിക്കുന്നേ? ഈ വണ്ടിക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ, എല്ലാം ക്ലിയറാ. ആ, കൊടൈക്കനാലെത്തുമല്ലോ. എത്തിയാൽ മാത്രം മതിയാ? തിരിച്ചങ്ങോട്ട് വരണ്ടേ? താൻ ഓവർ സ്മാർട്ടാണല്ലോ. കൊള്ളാലോ താൻ. എന്നാ സായിച്ചേട്ടാ ഒരു കാറും ബഹളമൊക്കെ? ആ സോമനെ ഹണിമൂണിന് പോകുന്നതാ. വല്ല പച്ചക്കറിത്തോട്ടത്തിലോട്ടും ആയിരിക്കും അല്ലേടാ തോമാ? അല്ല, ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയണോ അല്ലെങ്കിൽ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ? ഓ വേണ്ടായേ, ഞാൻ പൊക്കോളാം. ആ ചെല്ലു ചെല്ലു. അമ്മ, ഞാനില്ലാന്നുകൊണ്ട് നെല്ലിക്ക ജ്യൂസ് ഒന്നും മുടക്കരുത് കേട്ടോ. ആടെ പോയിട്ട് വാ. വരൂ. ശരി പോയിട്ട് എങ്ങനെയുണ്ട്? ശരി. ശാലിനി, കേറി വണ്ടി എടുക്കടോ. ഹണിമൂണ് ചേച്ചി വിളിച്ചില്ലേ അവര്? ഓ, നമ്മുടെ മൂണൊക്കെ കഴിഞ്ഞില്ലേടിയേ? ഓ, ആ ഇവിടെ ഇവിടെ ഇവിടെ. ഇത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ഇവിടെ അവന്റെ അച്ഛനുള്ളപ്പോ വന്നതാ. വെയിറ്റിംഗ് ചാർജ് തന്നാ മതി. ആട്ടിറച്ചി പപ്സ് ഉണ്ടോ? ആടാ, മീറ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ വെജിറ്റബിൾ ഉണ്ട്. പച്ചക്കറി എന്റെ പട്ടി തിന്നു. നീ മീറ്റ് ചിക്കൻ ഓരോന്ന് പൊതിഞ്ഞെടുത്തേ. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകുമ്പോഴാണ് കൊടൈക്കനാലിലേക്കുള്ള വഴി. ആ ശാലിനി, മഴവിൽക്കാവിടെ സിനിമ കണ്ടതല്ലേ? ഞാനാ പടം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? അബ്രവാളയിൽ സത്യനന്ദിക്കാട് വിരചിച്ച ചലച്ചിത്ര കാവ്യമല്ലേ? അല്ല, നല്ല കലക്കം പടമാന്ന് പറഞ്ഞാ. എടോ, നമുക്ക് ഇവിടെ കുറച്ച് കറങ്ങിയിട്ട് പോവാം. ഓ, മൈനാക പൊന്മുടിയിൽ പൊന്നിനി നീ ആ പാട്ടുണ്ടോ? ആ ഉണ്ട്. ഉണ്ടെങ്കിൽ ഇട്. പറയുമ്പോ തന്നെ മൈനാകം വരുമോ? നോക്കട്ടെ. താനിട് പറയുന്നത് കേട്ടാ മതി. അയാളൊരു മൈനാകം. പോയാ മതിയായിരുന്നു. നമുക്ക് കുറെ സമയമുണ്ട്, യാതൊരു ധൃതിയില്ല. പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് കയറിയാൽ മതി. എന്തൊരു അനുഭൂതിയല്ലേ! അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് അമ്മേനെയും കൂട്ടാം അല്ലേ? വേണ്ടേ? നമുക്കേ കുറച്ചധികം പഞ്ചാമൃതം വാങ്ങിയിട്ട് ശാലിനിയുടെ വീട്ടിൽ കൊടുക്കാം. അച്ഛനും അമ്മയ്ക്ക് ഹാപ്പി ആയിക്കോട്ടെ. അതൊന്നും വേണ്ട. നമ്മളിവിടെ കയറിയ കാര്യം എന്റെ വീട്ടുകാർ അറിയണ്ട. വാ.
ഒരാഴ്ച കടന്നുപോയതറിഞ്ഞില്ല. നിരീശ്വരവാദിയായ സോമൻ ചേട്ടൻ എൻ്റെ തടി കുറയ്ക്കാനുള്ള ആദ്യ പടിയായിട്ടാണ് ഈ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തതെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. എന്തായാലും ഞാൻ എൻജോയ് ചെയ്തു. സജി, എൻ്റെ 1500 താറാവിനെയാ കഴിഞ്ഞ ഡിസംബർ കൊന്നു കളഞ്ഞത്. അതിൻ്റെ നയാ പൈസ ഗവൺമെന്റിൽ നിന്ന് എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. നഷ്ടപരിഹാരം കിട്ടാതെ അടുത്ത തവണ ഒറ്റ താറാവിനെ പോലും തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അടുത്ത വർഷവും പക്ഷിപ്പനി വരുമെന്ന് നിങ്ങളങ്ങോട്ട് തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ല, എൻ്റെ ദണ്ണം കൊണ്ടാ. എന്റെ ചേട്ടാ, സോമൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പേടിക്കുന്നത് എന്നാത്തിനാ? സോമൻ ഞാൻ പറഞ്ഞ അവന് തള്ളിക്കളയാൻ പറ്റത്തില്ല, അതാണ്. സജിച്ചേട്ടാ, ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞല്ലേ അവിടെ സാങ്ഷൻ ഒന്നും ആയിട്ടില്ല. പിന്നെ എന്തിനാ വള്ളി കേസൊക്കെ കയറി പിടിക്കുന്നത്? വള്ളി കേസോ? നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടിട്ടാ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന താറാവിനെ മൊത്തം ഞങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞത്. നീ ഒന്നും ഉണ്ടായിരുന്നേ? എടാ, ഞാൻ പറഞ്ഞോ കത്തിക്കാൻ. സജിച്ചേട്ടാ, ഞാൻ പറഞ്ഞോ കത്തിക്കാൻ. എവിടുന്നോ എന്തോ കേട്ട് ആ മിണ്ടാപ്രാണികളെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അവരുടെ പ്രാക്കാണെന്ന് കരുതിയാൽ മതി. ഓ പിന്നെ ഈ സർക്കാരിന്റെ ഇൻട്രസ്റ്റ് വന്നാൽ പിന്നെ ഞങ്ങൾ എന്നെ ചെയ്യാനാ? സമരം ചെയ്യണം, അതിനല്ലേ സമരമുറകളുള്ളത്. എന്റെ പൊന്നു സോമ, കാർഷിക ലോൺ എടുത്ത് കൃഷി ചെയ്ത ഈ പാവങ്ങൾ എന്നാ ചെയ്യാനാ? ചെയ്താൽ തന്നെ ഇനി ഇവരുടെ കൂടെ ആര് നിൽക്കും? ഇതിന്റെ സാങ്ഷനൊക്കെ നേരത്തെ ആയതാണ്. ജില്ലാ സെക്രട്ടറി രമേശ് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതിന്റെ NOC കൊടുക്കാതെ നിങ്ങളുടെ ഹെഡ് ഓഫീസർ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഗവൺമെന്റിന് ഓർഡർ കിട്ടിയതിനു ശേഷം നമുക്ക് അങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റുമോ സോമ? നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? എന്ത് ഉത്തരവാദിത്തമാണോ സാറേ? ആ പാവങ്ങൾ ഇങ്ങനെയിട്ട് നടത്തിച്ചു കഴിഞ്ഞാൽ കയ്യിൽ ചില്ലറയുടെയൊന്നും വിചാരിച്ചിട്ടാണോ? പച്ച മലയാളത്തിൽ പറഞ്ഞ കൈക്കൂലി. സൂക്ഷിച്ച് സംസാരിക്കണം സാറേ. ഇതിൽ കൂടുതൽ സൂക്ഷിച്ച് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല സാറേ. സാർ എത്രയും പെട്ടെന്ന് ഫണ്ട് റിലീസ് ചെയ്തില്ലെങ്കിൽ നാളെ ഓഫീസിന് മുമ്പിൽ ഞാൻ കൊടികുത്തും. അത് കഴിഞ്ഞ തവണ ഏറുമാടം കെട്ടിയതുപോലെ ആയിരിക്കില്ല സാർ, കുറച്ച് പേർക്കേണ്ടി വരും. എന്താ ഭീഷണിയാണോ? അതെ, സാറിന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് മീഡിയനെയൊക്കെ അറിയിക്കാൻ. എന്റെ പൊന്ന് സോമ, ഒരു 2 ദിവസത്തിനകത്ത് ഞാനതൊക്കെ ചെയ്തേക്കാം. സാറേ, 2 ദിവസം. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പറയാനുള്ള മര്യാദ കൂടി ഞാൻ കാണിച്ചെന്ന് വരത്തില്ല. ഓ ശരി ശരി. ആ വണ്ടി വന്നല്ലേ? അവിടെ എല്ലാം ഞാൻ കാണിച്ചു തരണം. ഞാൻ തുടച്ചോളാം. 2 ഇറക്കി വെക്കട്ടെ. നീനെ റോസിയും രമണിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയതാണല്ലോ. പിന്നെ ആരാ കൊണ്ടുപോകാത്ത? ചേട്ടാ 2 കൂടുതൽ വെച്ച ഈ സാധനം ചീഞ്ഞു പോകത്തൊന്നുമില്ല. എടാ, ഈ മാസം ആരെങ്കിലും കടയിൽ വരാനുണ്ട്? എല്ലാ മാസവും മുടങ്ങാതെ വരുന്ന ഒരുത്തനുണ്ടല്ലോ, ആ കൃതാവ്. അവൻ വന്നിട്ടില്ല. ആരാ? സോമന? അതെ തന്നെ. എടാ, ഒരു ബോക്സിന് എടുത്തോ. ഒരെണ്ണം മതിയോ? ആ സോമ, നീ